ഒരു വാട്ടർ ലെവൽ കൺട്രോളറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെൻസറാണ് ഡ്രൈ റൺ സെൻസർ. അതായത് വെള്ളം എടുത്തില്ലെങ്കിൽ, മോട്ടോർ വെള്ളം എടുത്തില്ലെങ്കിൽ അത് കപ്പാസിറ്റർ കേടായിട്ടാവാം, ഫുട്ബോൾ കംപ്ലൈൻ്റ് ആയിട്ടാവാം, അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ അടിയിലേക്ക് വെള്ളം ഇറങ്ങി പോയി കഴിഞ്ഞാൽ മോട്ടോർ വെള്ളം എടുക്കില്ല. അങ്ങനെ വെള്ളം എടുക്കാണ്ട് വന്നാൽ മോട്ടറിനെ ഓഫ് ആക്കേണ്ട സെൻസറാണ് ഡ്രൈ റൺ സെൻസർ. അപ്പോൾ ആ ഡ്രൈ റൺ സെൻസർ ഏകദേശം 90% വാട്ടർ ലെവൽ കൺട്രോളേഴ്സിലും യുവാരിയോണ്ട് തന്നെ പഴയ വാട്ടർ ലെവൽ കൺട്രോളേഴ്സിലും ഒക്കെ ഞങ്ങൾ ഉപയോഗിച്ചത് ഇതേപോലുള്ള ഇലക്ട്രോഡ് സെൻസറാണ്. ഈ ഇലക്ട്രോഡ് സെൻസർ എങ്ങനെയാണ് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മോട്ടറിൻ്റെ ടാങ്കിൻ്റെ ഇൻലെറ്റ് പൈപ്പിൽ, അതായത് വെള്ളം വന്ന് ചാടുന്ന പൈപ്പിൻ്റെ തുമ്പത്താണ് നമ്മളിത് പിടിപ്പിക്കുക. അപ്പോൾ ഇതുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലഗ് പോലെയാണ് ഈ സാധനം വർക്ക് ചെയ്യുക. അതായത് 2 നോബുണ്ട്. വെള്ളം വന്ന് ഇതുമ്പോൾ വീഴുമ്പോൾ ഈ 2 നോബുകൾ തമ്മിൽ കണക്ഷൻ വരും. വെള്ളം ഇല്ലെങ്കിൽ കണക്ഷൻ വരില്ല. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. പക്ഷേ അയേണിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള സ്ഥലങ്ങളിലും ഭയങ്കര ചെളിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സാധനത്തുമ്പോൾ അയണിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അയൺ ഓക്സിജനായിട്ട് കൂടി ചേർന്ന് അയൺ ഓക്സൈഡ് ഉണ്ടായിട്ട് ഇതും ഒരു പാട പോലെ വന്ന് കെട്ടിക്കെടുക്കും. അപ്പോൾ കണക്ഷൻ കിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മാത്രമല്ല അയണിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ അയണിൻ്റെ സ്ലഡ്ജ് ഇതുമ്പോൾ രണ്ടെണ്ണത്തുമ്പോഴും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ വെള്ളം വരാണ്ട് തന്നെ ഓൾറെഡി കണക്ഷൻ കിട്ടി എന്നുള്ള രീതിയിൽ കിടക്കും. അപ്പോൾ ഈ സെൻസർ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഈ സെൻസർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ കൺട്രോളറിൽ പലപ്പോഴും ഒട്ടുമിക്ക കൺട്രോളേഴ്സിലും ഈ സെൻസർ കംപ്ലൈൻ്റ് ആയി എന്നുള്ള ഇൻഡിക്കേഷൻ ഇല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും മോട്ടോർ വെള്ളം എടുത്തില്ലെങ്കിൽ ഓഫ് ആക്കാനുള്ള സെൻസർ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് മോട്ടറിനൊരു പ്രശ്നം പറ്റില്ല എന്ന്. പക്ഷേ ഈ സെൻസർ എപ്പോഴെങ്കിലും കേടായി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ കത്തിപ്പോവും. കാരണം ഓട്ടോമാറ്റിക്കായിട്ടാണ് മോട്ടോർ ഓൺ ഓഫ് ആവുന്നത്. അപ്പോൾ ഈ ഡ്രൈ റൺ സെൻസർ ഇല്ലെങ്കിൽ മോട്ടോർ കത്തിപ്പോവും. അപ്പോൾ യുവാരിയോൺ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷം, ഏകദേശം 4-5 വർഷത്തെ പരീക്ഷണങ്ങൾക്ക് ശേഷം യുവാരിയോണിൻ്റെ ഐഡിയയിൽ വേറൊരു രീതിയിലുള്ള ഒരു സെൻസർ ഡിസൈൻ ചെയ്തെടുത്തു. അതായത് ഇതൊരു എൽബോയുടെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫ്ലോട്ട് സെൻസറാണ് വെച്ചിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ടാങ്കിൻ്റെ ഉള്ളിൽ വെക്കുക എന്നുള്ളതിൻ്റെ ഒരു പിക്ചർ ഞാൻ മുകളിൽ കൊടുക്കാം. അപ്പോൾ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇതുമ്പോൾ വന്ന് തട്ടും, ഈ ഫ്ലോട്ടും വന്ന് തട്ടും, എന്നിട്ട് പുറത്തേക്ക് ചാടും. ടാങ്കിൻ്റെ ഉള്ളിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇത് പൊന്തുമ്പോൾ വെള്ളം കൺട്രോളറിന് മനസ്സിലാവും വെള്ളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഇനിയിപ്പോൾ ഇത് പൊന്താണ്ട് ഇങ്ങനെ മോട്ടോർ ഓൺ ആയിട്ടും വെള്ളം എടുക്കണമെങ്കിൽ ഇത് പൊന്തില്ല, കാരണം വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് വരില്ല. അപ്പോൾ ഇതിങ്ങനെ തന്നെ നിൽക്കും. ഇത് പൊന്തുമ്പോൾ ഇത് ഇങ്ങനെ പൊന്തിയില്ലെങ്കിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതിങ്ങനെ കിടക്കുമ്പോൾ കൺട്രോളറിന് മനസ്സിലാവും വെള്ളം ഇല്ല എന്നുള്ളതും അത് നിർത്തും. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ സെൻസർ കംപ്ലൈൻ്റ് ആയെന്ന് വിചാരിക്കും. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആണെന്നുള്ള ഇൻഡിക്കേഷൻ നമ്മുടെ കൺട്രോളറിൽ കാണിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വല്ല കരടാനും കുടുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കതെടുത്ത് മാറ്റാം. ഇനി മാത്രമല്ല, ഇനി ഇത് കംപ്ലൈൻ്റ് ആണ് എന്നുള്ളത് ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കും, കസ്റ്റമേഴ്സിന് മനസ്സിലായില്ല എന്ന് വിചാരിക്കും. മനസ്സിലായില്ലെങ്കിലും യുവാരിയോൻ്റെ കൺട്രോളറിൽ ടൈമർ ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും മോട്ടർ കത്തിപ്പോയില്ല. അപ്പോൾ 2-3 ലെയർ പ്രൊട്ടക്ഷനാണ് യുവാരിയോൻ്റെ വാട്ടർ ലെവൽ കൺട്രോളർ മോട്ടറിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഡ്രൈ റൺ സെൻസറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ടെക്നോളജി, അതായത് ഈ സെൻസറിനെ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ വേറെ എവിടെയും കിട്ടില്ല. കാരണം യുവാരിയോൺ അതിൻ്റെ ഐഡിയയിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് ഇങ്ങനൊരു സിസ്റ്റം ഞങ്ങളിങ്ങനെ ഡ്രൈ റൺ സെൻസർ ഇങ്ങനൊരു രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്തുള്ളത്. അപ്പോൾ ഈ ടൈപ്പിൽ ഡ്രൈ റൺ സെൻസർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ ലൈഫ് കിട്ടും. ഞങ്ങളിതിൽ 2.5 വർഷം കൺട്രോളറിന് നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ സെൻസറിന് നമ്മൾ 2.5 വർഷം തന്നെയാണ് വാറണ്ടി കൊടുക്കുന്നത്. അതിപ്പോൾ ലോ ഹൈ സെൻസറിനാണെങ്കിലും ഡ്രൈ റൺ സെൻസറിനാണെങ്കിലും 2.5 വർഷം തന്നെ. ഇനി ഈ സെൻസർ എങ്ങനെയാണ് ടാങ്കിൽ പിടിപ്പിക്കുക എന്നുള്ളതൊന്ന് കാണാം.